സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 15th സാറ്റർഡേയുടെ എനർജി. താങ്ക് യു. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോഡ്സ് ആണ്. താങ്ക് യു. പായൽ നമ്പർ 1ൻ്റെ എനർജി എന്താണ് സാറ്റർഡേയിൽ? ഓക്കെ. ഇവിടെ സെക്കൻഡ് ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി. സ്റ്റാറിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ 10 ഓഫ് സോഡ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് എൻഡ് ചെയ്തിട്ട്, പാസ്റ്റിലെ പല കാര്യങ്ങളും എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ഡയറക്ഷൻ, പുതിയൊരു എനർജിയിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആകുന്നതായിട്ട്, നിങ്ങൾ കുറച്ചും കൂടെ ഹോപ്പ്ഫുള്ളായിട്ട് പ്രത്യാശയോടുകൂടി മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുന്ന എനർജിയാണ് ഓവറോൾ ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി സ്പിരിച്വൽ എനർജി, ഒത്തിരി ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ട് ഒത്തിരി ഹീലിംഗ് എനർജിയും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പ്രത്യാശ, ഹോപ്പ് കൊണ്ടുതരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ന്യൂസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ആൻസർ ലഭിക്കുന്നതാണ്. ഈ ഒരു 5 ഓഫ് പെൻറ്റക്കിൾസിലും അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡയറക്ഷനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഗൈഡൻസ്, എന്തെങ്കിലും ക്ലൂ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വിഷമം, ഈ ഒരു ലാക്ക് എനർജിയിൽ നിന്ന് നിങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയുന്നത്, നിങ്ങളെ ലിമിറ്റഡ് ആയിട്ട് നിർത്താതിരിക്കുക. നിങ്ങളുടെ ചിന്തകളിലായിരിക്കാം, നിങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കാം, നിങ്ങളെ ഒരിക്കലും ഒരു ലിമിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ കഴിവുള്ളൂ, എനിക്ക് ഇത്രേ പോസിബിൾ ആകുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അങ്ങനത്തെ സംഭാഷണങ്ങൾ, അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളോട് തന്നെ പറയുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ കുറച്ചൊരു എക്സ്പാൻഷൻ കൊണ്ടുവരിക. കുറച്ചും കൂടെ വിശാലമായിട്ട് ഇന്നത്തെ ദിവസം ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഡോറ് നമുക്ക് ക്ലോസ് ആകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി, നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നേരിടാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി ആയിരിക്കാം. ആ ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ്, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടിട്ടാണ് ആ ഒരു വ്യക്തി ആ ഒരു എനർജിയിലിരിക്കുന്നത്, അത് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം വന്നിട്ട് ഒരു ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതുപോലെ തന്നെ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിൽ വന്നിട്ട് ഒത്തിരി ഇമോഷണൽ എനർജി, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി അല്ലെങ്കിൽ സ്പിരിച്വലി ഒത്തിരി ഗൈഡൻസ്, ഒത്തിരി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, ഗട്ട് ഫീലിംഗ് എന്താണ് പറയുന്നത്, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, ഫെമിനിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്, അതെല്ലാം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കിങ് ഓഫ് വോൺസിലും ഒന്നും ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കാതിരിക്കാനായിട്ടും ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ, അല്ലെങ്കിൽ ഈ ഒരു മാസ്കുലിൻ എനർജിയാണ് ഇവിടെ, ആ ഒരു വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പും കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. ഈഗോ ക്ലാഷസ്, വേറെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന്
മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് കെയർഫുള്ളാകുക, യാത്രകൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുക, പുതിയതായിട്ട് എന്താണ് ചൂസ് ചെയ്യുന്നത്, എന്തോ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നത്, അവിടെയെല്ലാം കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ജസ്റ്റിസ് വന്നിട്ട് നീതിയുടെ എനർജിയാണ്. കുറച്ചൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങളെക്കുറിച്ചിട്ട്, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട് കുറച്ചൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻ, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവിടെ നീതിപൂർവമായിട്ടുള്ള ഒരു ഡിസിഷൻ, ഒരു എനർജി ചൂസ് ചെയ്യുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ സ്റ്റഡിയുടെ എനർജിയാണ്. കുറച്ചും കൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാറ്റർഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 15 സാറ്റർഡേയുടെ എനർജി പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. Five of Wands in the energy, Seven of Swords in the energy, King of Swords in the energy വരുന്നുണ്ട്. Four of Wands in the energy, ബാക്കിൽ Knight of Cups in the energy, Three of Wands in the energy, Nine of Cups in the energy വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കാം. കുറച്ച് പേർക്ക് യാത്രകൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ഹാർമണി അല്ലെങ്കിൽ സെലിബ്രേഷൻ്റെ എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പാഷൻ, ഒത്തിരി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഹാപ്പി മൂമെൻറ്റ്സ്, എന്തെങ്കിലും ഫാമിലി ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം. ഫൈവ് ഓഫ് വാൻഡ്സിൽ കുറച്ച് പേരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം. ചിലപ്പോൾ ഇമോഷണലി കുറച്ചൊരു ലോ വൈബ്രേഷൻ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടാകാം. കോമ്പറ്റീഷൻ്റെ എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ലോ വൈബ്രേഷൻ എനർജി കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. സെവൻ ഓഫ് സോഡ്സും അതാണ് പറയുന്നത്. കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. നിങ്ങളുടെ വേർഡ്സ് കറക്റ്റായിട്ട് ചാനൽ ചെയ്യാനായിട്ട്, യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി, നിങ്ങളുടെ വിസ്ഡം, അറിവ്, നിങ്ങൾക്കുള്ള വിസ്ഡം നന്നായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബാക്ക് പെയിൻ, ബോഡി പെയിൻ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയർ എടുക്കാനായിട്ടും ഇന്നത്തെ ദിവസം ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർ ഓഫ് വാൻഡ്സ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ഇന്ന് ചൂസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മെൻ്റൽ ടെൻഷൻസ്, എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടുള്ള എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന, നിങ്ങളുടെ വൈബ്രേഷൻ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യുന്ന ആക്ടിവിറ്റി കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മൂണിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നത്, ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അതെല്ലാം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് യാത്രകൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കെയർഫുള്ളാകാനായിട്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും നൈറ്റ് ടൈമിൽ കുറച്ചൊന്ന് ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ബിലോങ്ങിങ്സ്, നിങ്ങളുടെ എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് കുറച്ചും കൂടെ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് മാരേജ് പ്രപ്പോസലിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സിൽ നിന്നിട്ട്. എന്തെങ്കിലുമൊക്കെ മെസ്സേജ്, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറിനായിരിക്കാം. കുറച്ച് പേര് യാത്രകൾക്ക്, ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാകുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് ശ്രമിക്കുക.
കുറച്ച് പേർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എനർജി മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം, ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒത്തിരി പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബുക്സ് നിങ്ങളെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ എഴുതുക, റൈറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മടി, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിലും കുറച്ചൊരു മോട്ടിവേഷൻ്റെ ആവശ്യം വരുന്നുണ്ടാകാം നിങ്ങൾക്ക്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ഉത്തരവാദിത്തമായിരിക്കാം. ആ ഒരു ഏരിയയിലും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് ഞാൻ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആകേണ്ടത്, അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് എടുക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്, അതെല്ലാം കുറച്ചൊന്ന് റീതിങ്ക് ചെയ്യാനായിട്ട് കുറച്ച് പേരോട് ഒരു അഡ്വൈസിൻ്റെ രൂപത്തിൽ ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഈ റീഡിംഗ് കാണുന്നത് കുട്ടികളാണെങ്കിൽ മുതിർന്നവരുടെ വാക്കുകൾക്ക് കുറച്ചൊരു വാല്യൂ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ പാരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു 3 of Wands-ൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി, എന്തെങ്കിലും അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്താനായിട്ടും നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ സാറ്റർഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.